ഗൈസ് വളവണ്ണ പാലത്തിൻ്റെ ഏറ്റവും രാവിലെയുള്ളൊരു ദൃശ്യം നോക്കിയാട്ടെ. സൂര്യൻ ഉദിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു ടൈമാണ് നമ്മൾ ഈ വളവണ്ണത്തെ പാലത്തിൻ്റെ മുകളിലുള്ള. അത്ര വലിയ ട്രാഫിക്കൊന്നുമില്ല, പക്ഷേ പോകുമ്പോൾ കണ്ടിട്ട് നിർത്തിയതാണ്. അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. നിങ്ങളുടെ അനന്തപുരം കേട്ടോ ഗൈസ്. കൈ മാറ്റിട്ടെ. ഏതാണ് ലുക്ക്? ഹെൽമെറ്റ്, മാസ്ക്, ജപ്പാൻ. ഗൈസ് തളിപ്പറമ്പിൽ പോകുന്ന വഴിക്ക് നമ്മളെ പോകുന്ന വഴിക്കുള്ള പെട്രോൾ പമ്പാണ്. നാട്ടിൽ നിന്ന് എണ്ണടിക്കാൻ പറ്റും ഗൈസ്. അങ്ങനെ നമ്മൾ തളിപ്പറമ്പ് ടൗണിലെത്തിയിട്ടുണ്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ ഏറ്റവും പുതിയ ട്രാവൽ സീരീസ് ആയ ഊര് തണ്ടലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഒടുവള്ളിത്തട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോട്ടിലേക്കാണ്. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലേക്ക് കുറച്ച് റീച്ച് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ആക്ച്വലി അതൊരു ട്രാവലിംഗ് സ്പോട്ടൊന്നും അല്ല. നമ്മൾ ആലക്കോടൊക്കെ പോകുന്ന വഴിക്ക്, വൈതൽമലയൊക്കെ നിങ്ങൾക്ക് പോയവരിക്കും മനസ്സിലാവും. വൈതൽമലയിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ഈ വയനാട് ചുരം പോലത്തെ ഒരു 2 ഹാപ്പിൻ ബെൻഡ് ഉണ്ട്. അതിൽ നിൽക്കുമ്പോൾ നമുക്ക് വൈതൽമലേൻ്റെ വ്യൂ ഒക്കെ കാണാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഗൈസ് ഈ ഒടുവള്ളിത്തട്ട് എന്ന് പറയുന്നത്. ഒടുവള്ളിത്തട്ടിലേക്കാണ് ഗൈസ് നമ്മൾ ഫസ്റ്റ് പോകുമ്പോൾ. അത് കഴിഞ്ഞിട്ട് വൈതലിൽ പോകണം. നീ എന്നൊരു ബോർഡ് പോയ പോലെ, കിളി പോയ പോലെ നിൽക്കുന്നത്. ഇപ്പം നമുക്ക് ഒടുവള്ളിത്തട്ടിലേക്ക് എത്തണം, കാരണം ആ വ്യൂ കിട്ടണം. ഇപ്പം തന്നെ പോയിട്ടുണ്ടാവും. 5 മണിക്കാ 4:30 കാറ്റാതാ. അപ്പോൾ ഗൈസ് ഇവർ രാവിലെ വിളിച്ചിന്, പക്ഷേ കുറച്ച് തിരക്ക് കാര്യങ്ങളല്ല, വേറെ റെഡിയാവാനുള്ളൊരു അപ്പം നീ കുളിച്ചിട്ടില്ല? ഞാൻ കുളിച്ചില്ല. പാരി ശശിയായി, നീ ശശിയായി. ഗൈസ് രാവിലെ എവിടെയെങ്കിലും പോകുമ്പോൾ കുളിച്ചിട്ടെല്ലാം പോകണ്ടേ ഗൈസ്, എന്നാലേ അതിൻ്റെ ഒരു രസം കിട്ടും. ഓക്കെ, അമ്പലത്തിൽ പോകാൻ മാത്രമേ ആൾക്കാർ കുളിക്കുവാടാ. രാവിലെ തന്നെ ഫ്രഷ് ആയിട്ട് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു എനർജി വേറെ തന്നെയാടാ. ഓക്കെ ഗൈസ്, മുഖം എത്രത്തോളം ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ എണീച്ചിട്ട് വന്നതാണ്. 5 മണിക്ക് എണീച്ചാ. അപ്പോൾ ഓക്കെ ഗൈസ്, വേറൊരു സ്ഥലത്താണ് നമ്മളുള്ളത്. പോകുന്ന വഴിക്കാണ്. ഇപ്പോൾ ഇവിടുന്ന് കാണാൻ പറ്റുന്ന നിങ്ങൾക്ക് നല്ലൊരു വ്യൂ ആണ്. ഇതിനകത്ത് കിടക്കാച്ചൊരു വ്യൂ ആണ് ഗൈസ് ഒടുവള്ളിത്തട്ടിലേക്ക്. അപ്പം നമ്മൾ തുടങ്ങട്ടെ യാത്ര. തളിപ്പറമ്പിൽ നിന്ന് നമ്മൾ ആലക്കോട് റൂട്ട് കയറി കേട്ടോ. വേറെ പിന്നെ ഗൈസ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു യൂട്യൂബ് ചാനൽ, ഒരു പുള്ളീനെ പരിചയപ്പെടുത്തരാം. രാഹുൽ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് സൈക്ലോപാത്ത് എന്നാണ്. പിന്നെ നമ്മൾ മീൻ വാങ്ങാൻ പോകുന്നൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് പുള്ളിക്കാരൻ സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പുള്ളീനെ ആക്ച്വലി പരിചയപ്പെട്ടത്. പിന്നെ പുള്ളി പറഞ്ഞു, ഞാൻ ഓൾ കേരള റൈഡ് സൈക്കിളിലാണ് പുള്ളിക്കാരൻ പോകുന്നത്, വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ കാരണം നമ്മളൊരിക്കലും പാഷനുള്ള ആൾക്കാരെ അങ്ങനെ വിടാൻ പാടില്ല. പാഷനുള്ള ആൾക്കാർ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ അത് ഭയങ്കര പാഷനാക്കി മാറ്റിയിട്ട് അതിൻ്റെ പിന്നാലെ ഫോളോ ചെയ്യുന്ന ആളെ ഗൈസ് ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യാതെ ഇരിക്കരുത്. നമ്മളും അതേപോലുള്ള ആൾക്കാരനാണ്. ഈ സാധനം അതേപോലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ സപ്പോർട്ട് ചെയ്യണം പുള്ളിക്കാരനെ. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുള്ളിക്കാരൻ്റെ വീഡിയോ ഒക്കെ കാണണം. ഓക്കെ, പിന്നെ ഗിവ് അവേൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ കാണാം. കേസ് നമ്മൾ ഗിവ് അവേ സെലക്ട് ചെയ്യുന്ന ഈ രീതിയിലാണ് കേട്ടോ. കമൻറ്റ് പിക്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നേരെ പോകും. നമ്മൾ എന്നിട്ട് വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്യും. എന്നിട്ട് ഇവിടെ ഗെറ്റ് കമൻസ് എന്ന് കാണും, അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം സ്റ്റാർട്ട് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമുക്ക് വിജയം കാണാൻ പറ്റും. ആദ്യത്തെ വീഡിയോയിൽ കിട്ടിയിട്ടുള്ളത് ബിജിത് ടോക്സിക് എന്ന് പറയുന്നുള്ള ഒരു കമൻറ്റിനാണ്. അപ്പം ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് 5ാമത്തെ എപ്പിസോഡ്, ആൻഡ് ഇത് 6ാമത്തെ എപ്പിസോഡാണ്. ഗെയിമിംഗ് ടൈമിനാണ് ഗിവ് അവേ കിട്ടിയിട്ടുള്ളത്. ഇത് 7ാമത്തെ എപ്പിസോഡ്. ഇതിൽ കിട്ടിയിട്ടുള്ളത് ഷാഹിൽ റഹ്മാൻ എന്ന് പറയുന്നുള്ള ഒരാൾക്കാണ്. വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഉണ്ട്. അതിലേക്ക് നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വാട്സപ്പ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഗൈസ് ഒടുവള്ളിത്തട്ടിൻ്റെ കാഴ്ചകളിലേക്കും വൈതൽമലേൻ്റെ കാഴ്ചകളിലേക്കും കിടക്കാം. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട്. ഗൈസ് ഒടുവള്ളിത്തട്ടിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ തളിപ്പറമ്പ് ആലക്കോട് റൂട്ടിലേക്കുള്ള വഴിയാണ്. അപ്പോൾ അവിടെ എത്തിയില്ല. ഇതിപ്പോൾ ഏതാ തട്ട് എന്ന് അറിയില്ല. ഒരു അടിപൊളി വ്യൂ ആണ് ഗൈസ്. നല്ല രസമുണ്ട് കേട്ടോ. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു വ്യൂ തന്നെയാണ് ഒടുവള്ളിത്തട്ടും. പക്ഷേ ഇതിനെക്കാട്ടിയും കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും. വൈതൽമലേൻ്റെ ഒരു സൈഡൊക്കെ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയുണ്ട് ഗൈസ്? പൊളിയല്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ
കൊടുവള്ളി തട്ട് കാണുന്നതിന് മുമ്പ് തന്നെ ഇപ്പം തന്നെ ലൈക്ക് അടിച്ചോ ഗൈസ്. ഈ കാണുന്ന ജംഗ്ഷനാണ് ഇത് ഒടുവള്ളി എന്ന് പറയുന്നത്. ഒടുവള്ളി തട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകണം. ഒടുവള്ളി തട്ടാണ് ഇതിപ്പം ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോകുന്ന ഈ വഴിയാണ് നമ്മുടെ പൈതൽ മലയല്ല, പാലക്കേ തട്ടും. പിന്നെ എന്നാടാ ജോസ്ഗിരി ഇങ്ങോട്ടടാ. ഇത് ഒടുവള്ളി തട്ടിൻ്റെ ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡ് എന്നൊന്നും പറയാനില്ല, ബസ് കയറി നിർത്തിയിട്ട് പോകുന്നൊരു സ്ഥലം. നമ്മുടെ ഈ ക്യാമറയിൽ ഇപ്പോൾ എത്താമെന്ന് കയറിയില്ല. നമ്മൾ വരുന്ന വഴിക്ക് കംപ്ലീറ്റ് ആയിട്ട് വ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ചിട്ട് തന്നെ വന്നത്. ഈ വ്യൂ റൈറ്റ് സൈഡിൽ ഇങ്ങനെ വന്നിട്ട് പക്ഷേ നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സൂര്യൻ്റെ ആ ഒരു ലെവൽ കണ്ടോ ഗൈസ്. ഗൈസ് രാവിലെ തന്നെ കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാനെല്ലാം വന്നിട്ടുണ്ട്. ഞാൻ ഇവരുടെ പറഞ്ഞതാണ് ഞായറാഴ്ച എന്തായാലും ക്രൗഡ് ഉണ്ടാവുമെന്ന് പറഞ്ഞതാണ്. ഈ ഒരു 2 ഹെയർ പിന്ന് ബെൻഡ് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഈ ഒരു തട്ടിന് തന്നെയാണ് പറയുന്നത് ഒടുവള്ളി തട്ട് എന്ന്. ഇത്രയും ആൾക്കാരോടുണ്ട്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. ഗൈസ് നിങ്ങൾ കണ്ടു നോക്ക് ഗൈസ്, എത്രയാണ് ക്രൗഡ്. ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഗൈസ്. ഗൈസ് ഇതാണ് ഒടുവള്ളി തട്ടിൻ്റെ ഒരു കറക്റ്റ് വ്യൂ ഗൈസ്. നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ വന്ന വഴിക്ക് അവിടെയും കൂടി ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അവിടെ നിന്നും കൂടിയുള്ള വ്യൂ നോക്കാം ഗൈസ്. നോക്കാല്ലേ ഇവിടെ മഞ്ഞുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഈ വ്യൂ നിങ്ങൾക്ക് മലനിരകൾ കാണാൻ പറ്റില്ല ഗൈസ്. ഇവന് മഞ്ഞ് വേണം പോലും ഗൈസ്. മഞ്ഞുണ്ടെങ്കിൽ നമുക്ക് മലനിരകൾ കാണാൻ പറ്റില്ല ഗൈസ്. 5 വിളിച്ചിട്ട് 6 മണിക്ക് വന്നതുകൊണ്ടാണ് സീനായി. എടാ അതുകൊണ്ട് കറക്റ്റ് നിനക്ക് ബ്യൂട്ടി കിട്ടിയില്ലേ. രാവിലെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലെവൽ കിട്ടില്ല. എന്തായാലും ഇത്രയും കാണാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സിനാക്കി പോയാലോ. സബ്സ്ക്രൈബേഴ്സ് കണ്ടു നടന്നാൽ ഇവിടെ ഇത്ര കുറേ ആൾക്കാരുണ്ട്. കഴിഞ്ഞാൽ ഗൈസ് ഇതാണ് ഒടുവള്ളി തട്ടിൻ്റെ വ്യൂ. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങ് വൈതൽ മല വരെ കാണാൻ പറ്റും. ഈ ലെഫ്റ്റിൽ അങ്ങ് ടോപ്പിൽ വൈതൽ മല കാണുന്നുണ്ട്. നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. ക്യാമറയിൽ എത്ര കിട്ടുന്നതെന്ന് അറിയില്ല. ഈ മലനിരകൾ കംപ്ലീറ്റ് കുറച്ചുകൂടി നേരത്തെ വരികയാണെങ്കിൽ ശരിക്കും ഫുൾ മഞ്ഞായിരിക്കും. നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ഒരു കറക്റ്റ് സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് നോക്കിയ ഗൈസ്, ഓഫ് അടിപൊളി. സൂര്യൻ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി മാറിയിട്ട് ഇങ്ങോട്ടാണല്ലോ ഉദിക്കുന്നത്. കറക്റ്റ് ആ ലെവലിൽ കിട്ടുമായിരുന്നു, കറക്റ്റ് കിഴക്കോട്ട് തന്നെ കിട്ടുമായിരുന്നു. എന്നാലും ഇത് അടിപൊളി 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 ഒരു രസം. ഒരു വളരെ മാസ്മരികമായിട്ടുള്ളൊരു ഇതിലേക്കാണ് ഗൈസ് പോകുന്നത്. ഗൈസ് ഇവൻ്റെ മാസ്മരികമായിട്ടുള്ള മരണമാസ്മരികമായിട്ടുള്ള തള്ളുതാ കേൾക്കൂ. പറയൂ അല്ല ചളി 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 പറയടാ ചളി പറയടാ. ഗൈസ് വന്നപ്പോൾ നമ്മൾ താഴെ പോയിട്ട് ഇങ്ങോട്ടേക്ക് കയറിയിട്ടാ. മോനെ മാസ്മരികമായിട്ട് ആൾക്കാർ എത്ര വരുന്നേ. നല്ല ക്രൗഡ് ഉണ്ടല്ലോടാ. നല്ല ക്രൗഡ് എന്ന് പറഞ്ഞാൽ നല്ല ക്രൗഡ്. അതിന് മാത്രം എന്താ ഉള്ളതെന്ന് അറിയില്ല, പക്ഷേങ്കിൽ കാണാൻ വേറെ ലെവലിന് കേട്ടോ. ഇത്രയും ദൂരത്തേക്കുള്ള മലനിരകൾ കംപ്ലീറ്റ് കാണാൻ പറ്റുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമേ ഉണ്ടാവും അല്ലേ. വയനാട് പോലും ഈ ഒരു ലെവലിൽ കിട്ടില്ല. അത് വൈതൽമല. അത് വൈതൽമല ഗൈസ്. ഇനി താഴെ നമ്മളവിടെ ഒരു ചായപ്പൊടി കൂടി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ഒരു ചായയും കൂടി അടിക്കാം നമുക്ക് ഗൈസ്. കട്ടനല്ലേ ചായ എന്തും കുടിക്കാം. ഒരാൾ അങ്ങോട്ട് നടന്നു പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ട് ഗൈസ്. കക്കൂസ് നോക്കി പോവുകയാണ് ഗൈസ്. ഇത് ഒടുവള്ളി തട്ടി ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഒടുവള്ളി തട്ട് എന്ന് പറയുന്നത് അറിയില്ല, ഒടുവള്ളി എന്നാണ് കറക്റ്റ് ഇതായിട്ട് എഴുതിയിട്ടുണ്ട്. ഒടുവള്ളി എന്നാണ് പേര്. ഒടുവള്ളി തട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നേരത്തെ കണ്ട സ്ഥലമാണ് ഗൈസ്. പിള്ളമാരെ പറ്റിച്ചിട്ട് വരുന്നുണ്ട് ഗൈസ്. നിൻ്റെ ട്രിക്ക് ഞാൻ റിവീൽ ചെയ്യട്ടെ.
ഗൈസ് ഇവൻ്റെ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ആൾക്കൂട്ടത്തിനടുത്തേക്ക് പോയിട്ട് അവരെ കൊണ്ടൊരു വീഡിയോ എടുപ്പിക്കും, അവരെ മുന്നിൽ നിന്നിട്ടൊരു വീഡിയോ എടുപ്പിക്കും, എന്നിട്ട് അത് അവരെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിക്കും. എജ്ജാതി ഐഡിയ ആവാനെന്നിൻ്റെ നീ മാസ്മരിക്കമാടാ, കൊല മാസ്. ഗൈസ് ഒടുവള്ളിത്തട്ടിൽ തന്നെ ഒരു ചായക്കട ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ നിന്ന് ചായയൊക്കെ കുടിക്കാം. കവുങ്ങിൻ്റെ മുകളിൽ കെട്ടിയുണ്ടാക്കിയാണ്. ഓ പക്ഷേ അവിടെ 2 മരം ഉണ്ടായിനെ, ആ മരത്തിന് സപ്പോർട്ടായിട്ട് കെട്ടിയിട്ട് സൂപ്പർ. ഡിസ്പോസൽ ഗ്ലാസ്സിൽ ചായ, കുപ്പി ഗ്ലാസ്സിലാണെങ്കിൽ പൊളിക്കണം അല്ലേ. മേസ് ഇതാണ് ഇവിടുത്തെ ചായ. ഏലക്കായ ഇട്ടിരുന്നു തോന്നുന്നുണ്ടോ ഏട്ടാ? ഏലക്കായ ഇട്ടില്ലേ? ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ പൊളിച്ചിനേട്ടാ, സൂപ്പർ. ഞാൻ മച്ചാൻ വരാം. സബ്സ്ക്രൈബ് ചെയ്യണേ. ഡയറക്റ്റ് പിള്ളമാരോട് പറഞ്ഞപ്പോൾ പിള്ളമാർ സബ്സ്ക്രൈബ് ചെയ്യില്ലേ? നിങ്ങളെ നമ്പർ ഇറക്കണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുള്ളിക്കാരൻ്റെ പേര് പ്രണവ് വ്ളോഗ്സ്. ഓക്കെ, അതിനെന്ത് ഇവിടുന്ന് ഷോ ഇറക്കുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് ഒടുവള്ളിത്തട്ടിന്ന് നമ്മൾ പോവുകയാണ്. ഇതൊക്കെ വെയിലടിച്ച് തുടങ്ങി. ഇനിയിപ്പം കാണാനുള്ള അതിൻ്റെ ഒരു ലുക്കൊക്കെ കുറേ മങ്ങി തുടങ്ങും. ചായ കുടിച്ചിട്ടോ, എന്നാൽ ഇവിടെ വന്നിട്ട് എന്തായാലും ഒരു ചായ കുടിക്കണം. ഏലക്കായയിലുള്ള കിടുക്കാച്ചൊരു ചായ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്നവർ ആരും ചായ കുടിച്ചാലും ഡിസ്പോസൽ ഗ്ലാസ്സെല്ലാം ആടെയിൽ ഇട്ടിട്ടുണ്ട്. അതൊന്നും ചെയ്യാൻ പാടില്ല. അവിടെ ഒരു ചാക്ക് വെച്ചിട്ടുണ്ട് ഗൈസ്, അത് കൃത്യമായിട്ട് അതിൽ തന്നെ ഇട്ടിട്ട് ഒഴിവാക്കണം. നമ്മളൊരു സ്ഥലം അടിപൊളിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ എന്താ പറയുക, ആ സ്ഥലത്തിനെ വൃത്തികേടാക്കുന്ന തരത്തിലൊന്നും ഒരു കാരണം ചെയ്യാൻ പാടില്ല, ഒരു കാര്യം ചെയ്യാൻ പാടില്ല ഗൈസ്. ഓക്കെ, ഇനി എവിടെയോ ഇനി പൈതൽമല. പൈതലല്ല, വൈതലും അല്ല, പൈതൽ തന്നെയാണ്. പൈതലാണോ വൈതലാണോ? പൈതൽ മലയാണ് ഗൈസ്, പൈതൽ മല. അപ്പോൾ ഇനി പൈതൽ മലേൻ്റെ കാഴ്ചകളിലേക്ക് കിടക്കാം. ആലക്കോട് കഴിഞ്ഞിട്ടാണ് കാപ്പിമല വഴിയാണ് പൈതൽ മലയിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, ചിലപ്പോൾ ലെങ്ത് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ 2 വാട്ടറിലാക്കിയിട്ടാളേ കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ യാത്ര ചെയ്ത് ഒടുവള്ളിത്തട്ട് കണ്ടിട്ട് നേരെ ആലക്കോട് എത്തി ഗൈസ്. ആലക്കോടിൽ നമ്മൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈതൽ മലയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. പാലക്കയം തട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണ്. പൈതൽ മല നമുക്ക് കാപ്പിമല ത്രൂ പോകുമ്പോൾ കുറച്ച് ട്രെക്ക് ചെയ്തിട്ട് നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി സ്ഥലമാണ്. നടക്കാൻ എത്രത്തോളം പറ്റുന്നൊന്നും അറിയില്ല, ടയർഡാണൊന്നാമത്. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ നടക്കുന്നൊന്നുമില്ല, ഇത് നടത്തല്ല, സ്റ്റീപ്പായിട്ടുള്ള കയറ്റങ്ങളുണ്ട്, പിന്നെ വഴികളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ സ്റ്റീപ്പ് എന്ന് വെച്ചാൽ കുത്തനെയുള്ള കയറ്റങ്ങൾ. അപ്പം പിന്നെ അതൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒടുവള്ളിത്തട്ടിൻ്റെ കാഴ്ചകളെല്ലാം നിങ്ങൾ ആസ്വദിക്കുക. വരാൻ പറ്റുന്നുണ്ടെങ്കിൽ വരിക. അവിടെ എന്തൊക്കെ ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട് ഇത്രപ്പാട് ആൾ വരുമ്പം എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത് അല്ലേ. അടിപൊളി സ്ഥലം കേട്ടോ, അടിപൊളി വ്യൂ ആണ്. അതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി പൈതൽ മലയിലേക്ക് പോകുന്ന സമയത്ത് ഇഷ്ടം പോലെ വിഷ്വൽസ് ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട്. പാലക്കോടാൻ നിൽക്കുന്നത് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോ അത്ര ലെങ്ത് ആക്കാൻ പറ്റില്ല. 30 മിനിറ്റും 20 മിനിറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ആരും കാണൂല ഗൈസ്. അത് മാത്രമല്ല കാണുന്നവരുണ്ടാവും. പക്ഷേ കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, പേഴ്സണലായിട്ടും കമൻറ്റായിട്ടും പറയുന്നുണ്ട് വീഡിയോ ലെങ്ത് ഒന്ന് കുറയ്ക്കുമെന്ന് പറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ അവരുടെ അഭിപ്രായം മാനിച്ചിട്ട് നമ്മൾ വീഡിയോ ലെങ്ത് കുറച്ച് കുറയ്ക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഒതുക്കിയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നത് ഗൈസ്. അല്ലേ? അല്ലേ? എന്നെ അപ്പം നമ്മൾ അടുത്ത പോകാൻ പോകുന്നത് പൈതൽ മലയിലേക്കാണ്. പൈതൽ മലേൻ്റെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ അതും അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണാം, കഴിഞ്ഞ വീഡിയോയും കാണാം, എല്ലാ വീഡിയോയും കാണാം. യൂറിൻ്റെ പ്ലേലിസ്റ്റ് താഴെയുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, അതും ഒന്ന് കാണാം. ഇവൻ്റെ ലിങ്കും താഴെയുണ്ടാവും, വീഡിയോ ചെയ്യുന്നുണ്ട് ഇവൻ. അപ്പോൾ അതിൻ്റെ ലിങ്കും താഴെയുണ്ടാവും. ഓക്കെ, പിന്നെ പറഞ്ഞാൽ അദ്ദേഹം പറയാം, ലിങ്കിൽ കയറുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൊക്കെ സ്ഥിരമായിട്ട് പറഞ്ഞാൽ ഇവർക്ക് എന്നെ മടുത്തിട്ടുണ്ടോ? സ്ഥിരമായിട്ട് ഞാൻ പറഞ്ഞു ഇല്ല, നിന്നെ മടുത്തോടെ നീ മാസല്ലടാ. ഹായ് ചങ്ങായിമാരെ, കളിയാക്കുന്നില്ല കൈസ, വെറുതെ തമാശ. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളും കളിയാക്കും, തമാശ പറയും, അതെല്ലാം നല്ലൊരു ജോലിക്കാം, അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല കൈസ്. അപ്പം ഈ വീഡിയോ അതിൻ്റെ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുടെ താഴെ കമൻറ്റ് ചറവറ കമൻറ്റ് ചെയ്തിടുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഇനാബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരും. ഓക്കെ, യൂട്യൂബർ എത്തിച്ചേരും. യൂട്യൂബ് എത്തിച്ചേരുന്നില്ല കേട്ടോ, കുറേ ആളുണ്ടല്ലോ. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ ഞെക്കിക്കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരും. കുറേ ആൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നത്. അത് യൂട്യൂബിനൊന്നും ടാസ്ക് ഉണ്ടല്ലേ? യൂട്യൂബിനടുത്ത് ടാസ്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം.
ഓക്കെ, ഇനിയും നമ്മൾ പറഞ്ഞിട്ട് കൂടുതൽ വെറുപ്പിച്ചിട്ട് ലെങ്ത് കൂട്ടുന്നില്ല ഗൈസ്. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ അനന്ത് ബ്രോയോടൊപ്പം ഇത് ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രണോഷ് പ്രവീൺ സൈനിങ് ഓഫ്.